ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ആഗോള സാമ്പത്തിക ക്രമത്തിൽ എന്ത് മാറ്റം വരും? യുഎസിന്റെ +1 ആശയമാകുമോ ട്രംപ് മുന്നോട്ട് വയ്ക്കുക? സമ്പദ് വ്യവസ്ഥയിലെ 3ാം സ്ഥാനമെന്ന ഇന്ത്യയുടെ സ്വപ്നം ഫലം കാണുമോ? സ്വർണ്ണ ഇറക്കുമതിയിൽ കേന്ദ്രത്തിന്റെ നീക്കം എന്താണ്? കയ്യെത്താ ദൂരത്തേക്കാണോ സ്വർണത്തിന്റെ പോക്ക്? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. അമേരിക്കയുടെ നയങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തളർത്തിയേക്കില്ല. എന്നാൽ കാര്യങ്ങൾ അത്ര സുഖകരവുമാകില്ല. വ്യാപാര നിബന്ധനകളും ഇന്ത്യയുടെ സാമ്പത്തിക ലോക വീക്ഷണവുമാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കുക. ട്രംപിന്റെ വരാനിരിക്കുന്ന 4 വർഷ ഭരണകാലം ആഗോള സാമ്പത്തിക ക്രമത്തിൽ എന്തു മാറ്റം വരുത്തുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോക സമ്പദ് വ്യവസ്ഥയിൽ 3ാം സ്ഥാനത്തെത്തുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇതിന് ഇന്ത്യക്ക് പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിന് കാർഷികേതര ജോലിയിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒപ്പം വേതനമടക്കം ആനുകൂല്യങ്ങളിലും വർധന വേണം. കയറ്റുമതി ഇല്ലാതെ ഉൽപാദന കുതിപ്പ് ഗുണകരമാകില്ല. അതിനാൽ അമേരിക്ക പോലുള്ള വിപണികളെ ഇന്ത്യക്ക് മാറ്റി നിർത്താനാകില്ല. ലോകം ചൈന +1 സജ്ജീകരണത്തിൽ നിന്ന് US +1 മോഡിലേക്ക് തിരിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്ക ഇതിനോടകം സമ്പദ് വ്യവസ്ഥയിൽ 1ാമതാണ്. ട്രംപിന്റെ ഭരണത്തിലൂടെ ഇതിൽ കൂടുതൽ നേട്ടമൊന്നും അമേരിക്കയ്ക്ക് ഉണ്ടാകാനില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പക്ഷം. പക്ഷേ അമേരിക്കയുടെ പൊതുഗണം വർദ്ധിക്കുന്നുവെന്ന വസ്തുത വിസ്മരിക്കാനും സാധിക്കില്ല. അതേസമയം അമേരിക്കയുമായി കൂടുതൽ ഇടപാടുകൾ നടത്താൻ ലോകരാജ്യങ്ങൾ ശ്രമം നടത്തും. US വിപണിയിലെ സാന്നിധ്യം സംരക്ഷിക്കാനും കൂടുതൽ വ്യാപിപ്പിക്കാനുമുള്ള നീക്കങ്ങൾ ശക്തമാകും. ലോക വ്യാപാര നയത്തിൽ ഇന്ത്യയുടെ വിട്ടുവീഴ്ചകളൊന്നും സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ പോകുന്നില്ല. കൂടുതൽ തന്ത്രപ്രധാനമായ നയങ്ങൾക്ക് മുൻഗണന നൽകുന്നതിൽ കുറഞ്ഞൊന്നും ഇന്ത്യക്ക് ഗുണം ചെയ്യില്ലെന്ന് മാത്രം. ട്രംപ് വന്നു, സ്വർണം കുതിച്ചു. വെറും കുതിപ്പല്ല, റെക്കോർഡ് തകർത്ത വമ്പൻ കുതിപ്പ്. എന്നാൽ കേന്ദ്രം മറ്റൊരു ഇരുട്ടടി കാത്തുവച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സ്വർണവിലയെ സ്വാധീനിക്കുന്ന സുപ്രധാന തീരുമാനം ബജറ്റിലുണ്ടാകുമോ എന്ന കാത്തിരിപ്പിലാണ് ആഭ്യന്തര വിപണി. പുറത്തുവരുന്ന സൂചനകളനുസരിച്ച് കഴിഞ്ഞ ഇടക്കാല ബജറ്റിൽ 6% കുറച്ച സ്വർണത്തിന്റെ കസ്റ്റംസ് തീരുവ വീണ്ടും ഉയർത്തിയേക്കും. 2023 സ്വർണ്ണ ഇറക്കുമതിക്ക് $42.3 ബില്യൺ ചെലവാക്കിയ സ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തിന്റെ ആദ്യ 11 മാസങ്ങളിൽ ഇന്ത്യ $47 ബില്യൺ ചെലവാക്കിയെന്നാണ് കണക്ക്. അതിനാൽ ഇറക്കുമതി നിയന്ത്രണത്തിലാക്കാൻ കസ്റ്റംസ് തീരുവ ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സ്വർണ്ണവിലയെ ബാധിക്കും. രൂപയുടെ മൂല്യത്തകർച്ചയും രാജ്യാന്തര വിപണിയിലെ വിലവർധനവും കാരണം കത്തിക്കയറുന്ന സ്വർണ്ണവിലയ്ക്ക് പുതിയ ഊർജ്ജമാകും ഈ തീരുമാനം. കാർഷിക വിപണിയിൽ അടുത്ത വാരം ആഗോള കൊക്കോ വിപണിയുടെ മുന്നേറ്റത്തിനിടയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ തളർത്താൻ ചോക്ലേറ്റ് വ്യവസായികളുടെ സംഘടിത ശ്രമം. സംസ്ഥാനത്ത് കൊക്കോ വില ഇടിഞ്ഞു. രാജ്യാന്തര തലത്തിൽ മുഖ്യ കുരുമുളക് ഉൽപാദന രാജ്യങ്ങൾ വില ഉയർത്തുന്നു. ശബരിമല സീസൺ കഴിഞ്ഞതോടെ നാളികേരത്തിന് ഡിമാൻഡ് വാങ്ങി. കൊപ്രയിൽ തിരുത്തൽ സാധ്യത. റബ്ബർ മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത കുറഞ്ഞു. പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങൾ വീണ്ടും കൊക്കോ ക്ഷാമത്തിലെന്ന സൂചനകൾ രാജ്യാന്തര വില ഉയരാൻ കാരണമായി. ആഫ്രിക്കയിലെ മുൻനിര കൊക്കോ ഉൽപാദകർ ഐവറി കോസ്റ്റും ഘാനയുമാണ്. ഉയർന്ന പകൽ ചൂടിൽ 2 രാജ്യങ്ങളിലും വിളനാശം സംഭവിച്ചതോടെ പിന്നിട്ട വാരം കൊക്കോ വില ടണ്ണിന് $800 വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ വ്യവസായികൾ ചരക്ക് സംഭരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ചോക്ലേറ്റ് വ്യവസായം ആഗോളതലത്തിൽ മുന്നേറുന്നതിനാൽ കൊക്കോയ്ക്ക് വർദ്ധിച്ച ഡിമാൻഡാണ് ഓരോ വർഷവും ഉണ്ടാകുന്നത്. നിലവിൽ $11,700 മുകളിലാണ് ന്യൂയോർക്കിൽ കൊക്കോയുടെ ഇടപാടുകൾ. കഴിഞ്ഞ വർഷം $12,931 വരെ ഉയർന്ന ശേഷം 5,700 ഇടിഞ്ഞ ഉൽപ്പന്ന വിലയാണ് വീണ്ടും കരുത്ത് തിരിച്ചുപിടിച്ചത്. സ്ഥിതിഗതികൾ ഉൽപാദകർക്ക് അനുകൂലമായതിനിടയിലാണ് ഇന്ത്യൻ വ്യവസായികൾ ഉൽപ്പന്ന വില ഇടിച്ചത്. മധ്യ കേരളത്തിലും ഹൈറേഞ്ചിലുമായി കിലോ 740 മുതൽ 770 രൂപയിൽ വിപണനം നടന്നിരുന്ന കൊക്കോ വില 630 ഇടിഞ്ഞു. പല ഭാഗങ്ങളിലും വാങ്ങലുകാർ കുറഞ്ഞത് വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാം. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പുതിയ ചരക്ക് ഉയർന്ന അളവിൽ വിൽപ്പനയ്ക്കെത്തും. ഈ സന്ദർഭത്തിൽ വ്യവസായികളുടെ പിന്തുണ ഉറപ്പുവരുത്താനായില്ലെങ്കിൽ ഉൽപ്പന്നം 560 റേഞ്ചിലേക്ക് എത്താം.
മുഖ്യ കുരുമുളക് ഉൽപാദന രാജ്യങ്ങളിലെല്ലാം ക്ഷാമം നേരിടുകയാണ്. അതിനാൽ നിരക്കുയർത്തി ചരക്ക് സംഭരിക്കുന്ന നയത്തിലേക്ക് തിരിയാൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നിർബന്ധിതരാകുന്നുണ്ട്. ഈസ്റ്റർ വേളയിലെ ആവശ്യങ്ങൾക്കുള്ള കുരുമുളക് സംഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് വിൽപ്പന നടത്തുന്ന വിയറ്റ്നാമിലും ഇന്തോനേഷ്യയിലും ബ്രസീലിലും സ്റ്റോക്ക് നില ചുരുങ്ങി. മുന്നിലുള്ള 2 മാസം സ്ഥിതിഗതികൾ കൂടുതൽ പിരിമുറുക്കത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയാണുള്ളത്. വൻകിട തോട്ടങ്ങളിൽ വിളവെടുപ്പ് അടുത്ത മാസത്തിലേ തുടങ്ങൂ. കഴിഞ്ഞ സീസണിലെ ഉയർന്ന വിലക്കിടയിൽ സ്റ്റോക്കിസ്റ്റുകൾ ഉൽപ്പന്നം വിറ്റുമാറിയ സാഹചര്യത്തിൽ പുതിയ കുരുമുളക് അവർ കരുതൽ ശേഖരത്തിലേക്ക് നീക്കാൻ ഉത്സാഹിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ടെർമിനൽ മാർക്കറ്റിൽ വരവ് കുറയും. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില 66,100 രൂപയാണ്. മണ്ഡലകാലം അവസാനിച്ചതോടെ ദക്ഷിണേന്ത്യയിൽ പച്ചത്തേങ്ങ വില കുറഞ്ഞു. തീർത്ഥാടകർ വൻതോതിൽ നാളികേരം ശേഖരിച്ചത് വിപണികളിൽ ചരക്ക് ക്ഷാമത്തിന് ഇടയാക്കിയിരുന്നു. പച്ചതേങ്ങയുടെ ഉയർന്ന വില കണ്ട് കർഷകർ കൊപ്രയാക്കാതെ തേങ്ങ വിറ്റുമാറിയിരുന്നു. ഇത് പ്രതിസന്ധിയിലാക്കിയത് കൊപ്രയാട്ട് വ്യവസായികളെയാണ്. മില്ലുകാരുടെ ആവശ്യാനുസരണം കൊപ്ര ലഭിക്കാതെ വന്നതോടെ എണ്ണവിലയും കുത്തനെ ഉയർത്തി. ഇതിനിടയിൽ പിന്നിട്ട 2 മാസങ്ങളിൽ വിദേശ പാമോയിൽ ഇറക്കുമതി ചുരുങ്ങിയത് വെളിച്ചെണ്ണ വിപണി കത്തിക്കയറാനും ഇടയാക്കി. സംസ്ഥാനത്ത് നാളികേര വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ മാസാന്ത്യത്തോടെ കൂടുതൽ ചരക്ക് ഗ്രാമീണ മേഖലകളിൽ നിന്നും വിൽപ്പനയ്ക്കെത്തും. നിലവിൽ കൊപ്ര 15,100-ലും വെളിച്ചെണ്ണ 22,500 രൂപയിലുമാണ്. ചൂടിന് ശമനം കണ്ടില്ലെങ്കിൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക തോട്ടങ്ങളിൽ നിന്നും പിന്തിരിയാൻ റബ്ബർ കർഷകർ നിർബന്ധിതരാകും. നിലവിൽ പല തോട്ടങ്ങളിലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് ടാപ്പിംഗ് നടക്കുന്നത്. കാർഷിക മേഖലകളിൽ റബ്ബർ സ്റ്റോക്ക് കുറവായതിനാൽ വ്യവസായികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഓഫ് സീസണിൽ ആഭ്യന്തര ചരക്ക് കണ്ടെത്തുക ക്ലേശകരമാകും. എന്നാൽ വില ഉയർത്താതെ ഷീറ്റ് സംഭരിക്കാനുള്ള ശ്രമത്തിലാണ് ടയർ കമ്പനികൾ. 4ാം ഗ്രേഡ് ഷീറ്റ് വില കിലോ 190 രൂപയിലാണ് നീങ്ങുന്നത്. അതേസമയം രാജ്യാന്തര വില 210 രൂപയിലും. വിലയിൽ വൻ അന്തരം നിലനിൽക്കുമ്പോഴും കപ്പൽ കൂലിയും ഇൻഷുറൻസ് തുകയും നൽകി ഇറക്കുമതിക്കാണ് ടയർ ലോബി ഉത്സാഹിക്കുന്നത്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. വിപണി കീഴടക്കാൻ നത്തിങ് വീണ്ടും 3 സീരീസ് അധികം വൈകാതെ ആരാധകരിലെത്തും. നത്തിങ് ഫോൺ 2A സീരീസിന് വൻ ജനപ്രീതി ലഭിച്ചതിനു ശേഷം UK ആസ്ഥാനമായുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡ് പുതിയ തലമുറ മോഡലുകളായ ഫോൺ 3A, ഫോൺ 3A+ എന്നിവ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വലിയ അപ്ഗ്രേഡുകളോടെയാകും പുതിയ മോഡൽ വിപണിയിലെത്തുക. ഈ വർഷം മാർച്ചിലോ ഏപ്രിലിലോ നത്തിങ് ഫോൺ 3A സീരീസ് ലോഞ്ച് ചെയ്യുമെന്നാണ് സൂചന. നത്തിങ് ഫോൺ 3A, 3A+ എന്നിവ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 7S Gen 3 പ്രോസസറിൽ നിന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷ. 8GB റാമും അഡ്രിനോ 810 GPUവും ഫോണിന്റെ പ്രത്യേകതയാണ്. 3A ഫോണിൽ ടെലിഫോട്ടോ ലെൻസും 3A+ൽ പെരിസ്കോപ്പ് ലെൻസും ഉണ്ടായിരിക്കുമെന്നാണ് സൂചന. കൂടാതെ 4290 mAh ബാറ്ററി പിന്തുണയും പ്രതീക്ഷിക്കുന്നു. നത്തിങ് ഫോൺ 3A സീരീസിന്റെ വില 30,000 രൂപയിൽ താഴെയാകുമെന്നാണ് സൂചന. കാത്തിരിപ്പിന് വിരാമമിട്ട് കിയയുടെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചു. ഫെബ്രുവരി 3-ന് വില പ്രഖ്യാപിക്കുന്നതോടെ കോമ്പാക്ട് SUV വിഭാഗത്തിൽ മത്സരം കടുക്കുമെന്ന് ഉറപ്പ്. കോമ്പാക്ട് SUV വിഭാഗത്തിലേക്ക് കിയ അവതരിപ്പിക്കുന്ന പുത്തൻ വാഹനം സിറോസ് കേരള വിപണിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യയിലും പുതിയ രൂപത്തിലുമെത്തുന്ന ഈ വാഹനം ടെക് പ്രേമികൾക്കും നഗരയാത്രകളെ ഇഷ്ടപ്പെടുന്നവർക്കുമായി നിർമ്മിച്ച മോഡലാണ്. പനോരാമിക് സൺറൂഫ്, 16ഓളം സുരക്ഷാ സംവിധാനങ്ങളുള്ള അഡാസ് ലെവൽ 2 ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയാണ് എത്തിക്കുന്നത്. 6 എയർ ബാഗുകൾ അടിസ്ഥാന മോഡൽ മുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1000cc ടർബോ പെട്രോൾ എഞ്ചിനിലും 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനിലുമായാണ് ഈ വാഹനം എത്തുന്നത്. ഓട്ടോമാറ്റിക് മാനുവൽ ഗിയറിലും ലഭ്യമാകും. ഫെബ്രുവരി 3-ന് വില പ്രഖ്യാപിക്കുന്ന വാഹനത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. കിയ സിറോസിന് 9.7 ലക്ഷം രൂപ മുതൽ 16.5 ലക്ഷം രൂപ വരെയാണ് വില പ്രതീക്ഷിക്കുന്നത്. ഹ്യുണ്ടായി ക്രിറ്റ, മാരുതി ഗ്രാൻഡ് വിറ്റാര, കിയ സെൽറ്റോസ്, ഹോണ്ട എലിവേറ്റ് എന്നിവയുൾപ്പെടെയുള്ള ചില കോമ്പാക്ട് SUVകളായിരിക്കും പ്രധാന എതിരാളികൾ. വിനോദവാരം. ഹിന്ദു പുരാണങ്ങളെ ആസ്പദമാക്കി ഇന്ത്യൻ സിനിമാ വിപണിയിൽ നിന്നും 7 ചിത്രങ്ങളാണ് റിലീസിനൊരുങ്ങുന്നത്. നോക്കാം സിനിമാ വിശേഷങ്ങളിലേക്ക്. ഹിന്ദു പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സിനിമാ വിശേഷങ്ങളാണ് ഇത്തവണ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ത്രിവിക്രം ശ്രീനിവാസ് സംവിധാനം ചെയ്യുന്ന ഹിരണ്യകശ്യപിൽ ബാഹുബലിയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ റാണ ദഗുഭട്ടി പ്രധാന വേഷത്തിലെത്തുന്നു.
ശക്തനായ രാക്ഷസ രാജാവായി അധികാരത്തിലെത്തുകയും ദൈവങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഇതിവൃത്തത്തോടുകൂടിയ ചിത്രം എന്ന് വരുമെന്ന കാര്യത്തിൽ വ്യക്തമായ വിവരം ലഭ്യമല്ല. ആലിയ ഭട്ടും അമിതാഭ് ബച്ചനും അഭിനയിച്ച ബ്രഹ്മാസ്ത്രയുടെ തുടർച്ചയാണ് ബ്രഹ്മാസ്ത്ര ഭാഗം 2 ദേവ്. 2026 ഡിസംബറിൽ ഈ ചിത്രം പുറത്തിറങ്ങുമെന്നാണ് സൂചന. രൺബീർ കപൂറിന്റെ ബോക്സ് ഓഫീസ് വിജയം വർദ്ധിപ്പിക്കുന്നതാകും ചിത്രമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന പ്രതീക്ഷ. അയാൻ മുഖർജി സംവിധാനം ചെയ്ത ചിത്രം ശിവന്റെ പുരാണ ശക്തികളെക്കുറിച്ചുള്ള നിഗൂഢമായ വിശദീകരണം വെളിപ്പെടുത്തുന്നതാണ് കഥ. ഇന്ത്യൻ നാടോടി കഥകളിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങിച്ചെന്ന ഹിറ്റ് ചിത്രമായ കാന്താരയുടെ തുടർച്ചയാണ് കാന്താര 2. ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന കാന്താര വീണ്ടും ഹിറ്റടിക്കുമെന്ന ഉറപ്പാണ് സാൻഡൽവുഡ് നൽകുന്നത്. നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണത്തിൽ ബോളിവുഡ് സ്റ്റാർ രൺബീർ കപൂറും ദക്ഷിണേന്ത്യയുടെ പ്രിയതാരം സായ് പല്ലവിയും രാമനും സീതയുമായി ബിഗ് സ്ക്രീനിലെത്തും. അടുത്ത വർഷം നവംബറോടെയാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. പത്മാവത് വീണ്ടും റിലീസ് ചെയ്യുന്നു. സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്ത 2018 ഇന്ത്യൻ സിനിമാ ആരാധകർ ഏറ്റുവാങ്ങിയ ചിത്രത്തിൽ ദീപിക പദുക്കോണാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അതേസമയം മഹാഭാരതം അടിസ്ഥാനമാക്കി സഞ്ജയ് ലീല ബൻസാലിയുടെ ചിത്രം മുൻപ് പ്രഖ്യാപിച്ചിരുന്നതാണ്. ഋതിക് റോഷൻ, അമിതാഭ് ബച്ചൻ തുടങ്ങിയ മുൻനിര അഭിനേതാക്കളാണ് പ്രധാന വേഷങ്ങളായി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സിനിമാ പ്രഖ്യാപനം നടന്നതല്ലാതെ മറ്റു വാർത്തകളൊന്നും ചിത്രത്തെക്കുറിച്ച് ലഭ്യമല്ല. അലൗകിക് ദേശായി സംവിധാനം ചെയ്യുന്ന സീത ദി ഇൻകാർണേഷൻ ചിത്രത്തിൽ കങ്കണ റനൌട്ട് സീതാമ്മ എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. രാമായണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. കൽക്കി 2898 AD 2ാം ഭാഗം വരുന്നു. നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തും. 2898 ആളുകൾ അതിജീവനത്തിനായി പോരാടുന്ന ഒരു ലോകത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സിനിമയുടെ 2ാം ഭാഗം ഈ വർഷം ജൂണിൽ ചിത്രീകരണം ആരംഭിക്കും. ഇനി പ്രധാന ഇവന്റുകൾ. ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെ മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഫെബ്രുവരി 1 നടക്കും. 20,000 ടെക്കികൾക്ക് വേണ്ടിയാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. ജി-ടെക് മാരത്തൺ 3ാം പതിപ്പ് ഫെബ്രുവരി 9 തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ. മയക്കുമരുന്ന് രഹിത കേരളം എന്ന സന്ദേശവുമായി നടത്തുന്ന പരിപാടിയിൽ 7500-ലധികം പേർ പങ്കെടുക്കും. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.